അപ്പൊ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ട് ക്രിസ്മസ് വൈബുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം. കറക്റ്റ് ടൈമിങ്. നമുക്ക് നമ്മൾ രണ്ടുപേരും ക്രിസ്മസ് ഉടുപ്പാണല്ലോ അല്ലേ? കൊച്ചിന്റെ ഉടുപ്പിൽ നമുക്ക് റെയിൻഡിയർ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, റെയിൻഡിയർ ഉണ്ടല്ലോ. നിച്ചവും ക്രിസ്മസി ഉടുപ്പാണ്, അമ്മു അതെ അല്ലേ? അമ്മുന് വൈറ്റ് വൈറ്റ് വൈറ്റ്. നമ്മൾ എങ്ങോട്ട് പോവാ നിച്ചു? പോടാ. ഞാനിപ്പോ ഭയങ്കര ഫംഗ്ഷനൊക്കെ പോകുന്ന പോലെ ഓവറായിട്ട് ഒരുങ്ങിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഞങ്ങളിന്ന് ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ, നിച്ചുവിനെ കുറേ ദിവസമായിട്ട് ലൈറ്റ്സ് വേണം, സ്റ്റാർ വേണം എന്ന് നിച്ചു പറയുന്നില്ലേ? അതൊക്കെ മേടിക്കാൻ പോവാ ഞങ്ങള്. ഇത്രയും കാലമായിട്ട് ഈ എറണാകുളത്തൊക്കെ താമസിച്ചിട്ട് ഞാൻ ഇതുവരെ ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേയിൽ പോയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നിച്ചു ഇങ്ങനെ സ്റ്റാർ ഒന്നും മേടിക്കാൻ വന്നിട്ടില്ല. അപ്പൊ നിച്ചുവിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ഷോപ്പിംഗ് ആണെന്ന്. അപ്പൊ ഞങ്ങള് ബ്രോഡ്വേയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞു വീഡിയോ ആയിരിക്കും. ആ ബ്രോഡ്വേ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്കും കാണാനൊരു എക്സൈറ്റ്മെന്റ്, ഫുൾ ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ആയിട്ട് അല്ലേ നിച്ചുട്ടാ? ആദ്യം അവസാനം ഇന്ന് ബ്രോഡ്വേ പോയിട്ട് തിരിച്ചു വരും. നിങ്ങൾ എന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ആദ്യം എവിടെ പോകുന്നു? എന്താ? ഓട്ടോസ് കൗണ്ട് ചെയ്യാം. ഞങ്ങളുടെ കാറില് കയറുമ്പോഴുള്ള ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഓട്ടോസ് കൗണ്ട് ചെയ്യല്. നമുക്ക് കളിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ട് ഞങ്ങൾ കുഞ്ഞ് ഷോപ്പിംഗ് ചെയ്യുന്നതും അവിടെ നടക്കുന്നതൊക്കെ ആയിട്ടുള്ള കുഞ്ഞ് ക്രിസ്മസ് വൈബുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം. കറക്റ്റ് ടൈമിങ്. ഒരു ക്രിസ്മസ് ബന്ധം ഇല്ലാത്തൊരു മനുഷ്യൻ ഫ്രണ്ടിൽ ഇരുന്ന് തുമ്മിയതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രീലക്ഷ്മി. ബ്രോഡ്വേയിലേക്ക് കാറിൽ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ ഓട്ടോയിലിരിക്കുന്ന കാണുമ്പോൾ ബ്രോഡ്വേയിൽ സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്തുകൊണ്ടാണ്. കാരണം ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്ക് കാരണം പേ ആൻഡ് പാർക്ക് പോലും ആക്ച്വലി അവൈലബിൾ ആയിരുന്നില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു 6:45 ഒക്കെ ആയപ്പോൾ ബ്രോഡ്വേയുടെ പരിസരത്ത് എത്തിയെങ്കിലും ഞങ്ങൾ 7:30 ഒക്കെ ആയി ബ്രോഡ്വേയിൽ കയറിയപ്പോൾ. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ കാർ എടുത്തത്. അല്ലെങ്കിൽ ശരിക്കും ബസ്സും മെട്രോവും ഓട്ടോ അല്ലെങ്കിൽ 2-വീലർ ഒക്കെ ആയിരിക്കും കൺവീനിയൻറ്റ്. ബ്രോഡ്വേയിൽ മേത്തർ ബസാറാണ് മെയിൻ ആയിട്ട് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം. പിന്നെ ഇപ്പൊ ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതായത് ചുറ്റും ക്രിസ്മസ് ഐറ്റംസും ലൈറ്റ്സും സ്റ്റാർസും ഒരു പ്രത്യേക വൈബായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ ആ ഒരു ക്രിസ്മസ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വൈകുന്നേരം വിസിറ്റ് ചെയ്യുന്നതാണ്. ഇതൊന്നും ഷോപ്പ് ചെയ്യാനില്ലെങ്കിലും ഒരു ക്രിസ്മസ് വൈബൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ക്രിസ്മസ് സീസണിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഈ ബ്രോഡ്വേ. ക്രിസ്മസ് ടൈമിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ വരുന്നതെന്ന് പറയാമല്ലോ. നമ്മൾ കുറേ നടന്ന് മടുക്കുമെങ്കിലും ഈ ഒരു ഫീല് കിട്ടുമ്പോൾ ഒരു രസമാട്ടോ. നിച്ചുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടം. കാരണം ക്രിസ്മസ് ഐറ്റംസ് മാത്രമല്ല, അവന് ടോയ്സും കിട്ടി. അതാണ് മെയിൻ റീസൺ. ഓൾറെഡി നമ്മുടെ കയ്യിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. 2-3 സ്റ്റാർസും കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ലൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് കാണിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഞങ്ങളൊരു സന്തോഷത്തിന്. ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഓട്ടോയിൽ വന്നത്. അപ്പൊ അവിടേക്ക് തിരിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടോയിൽ തന്നെ തിരിച്ച് കാറിന്റെ അടുത്തേക്ക് പോകും. ഷോപ്പിംഗ് കഴിഞ്ഞോ? ഷോപ്പിംഗ് കഴിഞ്ഞോ? അങ്ങനെ ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ ശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ബ്രോഡ്വേയിൽ പോയി. ബ്രോഡ്വേയിൽ എത്താൻ വേണ്ടി ഭയങ്കര പാടാട്ടോ. സ്കൂട്ടറിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ വല്ല ഊബറിലോ ഓട്ടോയിലോ. കാർ എടുത്ത് വന്നാൽ ശശിയാവും. അത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും പേ ആൻഡ് പാർക്കിൽ നിർത്താന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ പേ ആൻഡ് പാർക്കും ഫുള്ളായി. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം അല്ലേ നിച്ചപ്പി? അങ്ങനെ ഞങ്ങൾ എത്രയോ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ അകത്തേക്ക് നിർത്തിപ്പെട്ടത്. അപ്പോഴത്തേക്കും ടയർഡായിപ്പോയി. എന്നാലും ഞങ്ങൾ കുറച്ച് എന്തൊക്കെയോ ഷോപ്പ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ബ്രോഡ്വേയിലെ ക്രിസ്മസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. നിച്ചു ഭയങ്കര ഇഷ്ടമായില്ല നിച്ചു അല്ലേ? കാരണം എന്താ കാരണം? കയ്യിലുള്ള സാധനം കാണിച്ചെന്നേ.
അതിന്റെ ഇടയിൽ ക്രിസ്മസിന്റേതല്ലാത്ത കുറെ ടോയ്സ് ഒക്കെ മേടിച്ചിട്ടാണ് നിച്ചുട്ട വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാ. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, it's me, ശ്രീലക്ഷ്മി, and Nichutan signing off. Bye.